നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്കൗണ്ടിംഗ് ടേംസ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിസ്കൗണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആ എൻറ്റിറ്റി ആ പീരിയഡിൽ സെല്ല് ചെയ്തതാണ് സെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ അപ്പം തന്നെ ക്യാഷ് മേടിച്ച് സെല്ല് ചെയ്താൽ അത് ക്യാഷ് സെയിൽസ്. സെയിൽ നടത്തി പക്ഷെ ക്യാഷ് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ലേറ്റർ ഡേറ്റിന് തന്നാൽ മതി എന്നാണെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ഡിസ്കൗണ്ട് is the deduction or concession provided by the seller to the purchaser. ഒരു ബിസിനസ് എൻറ്റിറ്റി മിസ്റ്റർ എക്ക് ഗുഡ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആരാണ് സെല്ലർ, ആരാണ് പർച്ചേസർ? ബിസിനസ് എൻറ്റിറ്റി ആണ് സെല്ലർ. അയാള് മിസ്റ്റർ എക്ക് ഗുഡ്സ് സെല്ല് ചെയ്യുന്നു. അപ്പം മിസ്റ്റർ എ ആണ് പർച്ചേസർ. ഇപ്പം നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ ഒരു കടയിൽ പോവുകയാണെങ്കിൽ ഒരേ ക്വാളിറ്റിയിലുള്ള സാധനം രണ്ട് കടയിൽ കിട്ടും. അപ്പം ഏത് കടയിൽ നിന്ന് നമ്മൾ മേടിക്കും? അതെങ്ങനെയാണ് നമ്മൾ നോർമലി ഡിസൈഡ് ചെയ്യുന്നത്? ക്വാളിറ്റി സെയിം ആണെങ്കിൽ പിന്നെ പ്രൈസ് കുറവുള്ള കടയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം അതിനു വേണ്ടി ഈ സെല്ലറ് പർച്ചേസറിന് കൊടുക്കുന്ന ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസെഷൻ ആണ് ഈ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തെയാണ് ട്രേഡ് ഡിസ്കൗണ്ട്, അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. ആദ്യത്തെ ട്രേഡ് ഡിസ്കൗണ്ട് എന്താന്ന് നോക്കാം. ഡിസ്കൗണ്ട് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് ആസ് ആൻ എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് ലിസ്റ്റ് പ്രൈസ്. നമ്മൾ ഈ ഐറ്റം മേടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇപ്പം നിങ്ങൾ ഇതുപോലത്തെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. 20% ഓഫ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ? അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഡിസ്കൗണ്ട് ഓഫ് 5% is given on sale of goods worth ₹1000. അപ്പം 1000 റുപ്പീസിന്റെ ഗുഡ്സ് മേടിക്കുമ്പോൾ നമുക്കതിൽ 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഐറ്റത്തിന്റെ പ്രൈസ് 1000 ആണ്. ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? 1000 into 5%, അപ്പൊ 50. അപ്പൊ നമുക്ക് എത്രയിനായിരിക്കും അവർ സെല് ചെയ്യുന്നത്? നമ്മൾ എത്ര എമൗണ്ട് ആയിരിക്കും സെല്ലറിന് കൊടുക്കണ്ടേ? 1000 മൈനസ് ഡിസ്കൗണ്ട് 50 rupees 950. ഇനി ഇതിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ബുക്സ് ആണ് പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിച്ചോ. അപ്പൊ ആ സെല്ലറ് ബയറിന് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ ബുക്സിന് 950 റുപ്പീസ് എന്ന് പറഞ്ഞേ കാണിക്കൂ. ഈ 1000 റുപ്പീസും അതിൽ അയാൾ 50 റുപ്പീസ് ഡിസ്കൗണ്ട് തന്നതും ഒന്നും സെപ്പറേറ്റ്ലി കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ബയറും സെല്ലറും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ ട്രേഡ് ഡിസ്കൗണ്ട് 50 സെപ്പറേറ്റ്ലി കാണിക്കില്ല. പകരം സെല്ലർ 950 സെയിൽസ് എന്നും ബയർ 950 പർച്ചേസ് എന്നും കാണിക്കും. ക്ലിയർ അല്ലേ? ഇനി ക്യാഷ് ഡിസ്കൗണ്ട്. Cash discount is the amount deducted from the final amount due at the time of receipt. It acts as an incentive that encourages prompt payment. ഇതൊരു ക്യാഷ് ബാക്ക് പോലെയാണ്. ഇപ്പം നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കണ്ടു, സെയിലിന്റെ സമയത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. മിക്കവാറും ഫേംസ് ഒക്കെ തന്നെ ക്രെഡിറ്റിലായിരിക്കും ഐറ്റംസ് ഒക്കെ സെല് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് സെയിൽ നടത്തിയ കുറച്ച് ദിവസം കഴിഞ്ഞ് ക്യാഷ് കൊടുത്താൽ മതി. അങ്ങനെയുള്ള കേസസിൽ കുറച്ച് വേഗം സെല്ലറിന് ക്യാഷ് കിട്ടാൻ വേണ്ടി ഒരു ഇൻസെൻറ്റീവ് പോലെ ആ എൻറ്റിറ്റി പറയും, നോർമൽ കോഴ്സിൽ നിങ്ങൾ ഈ എമൗണ്ട് 1 മന്തിനകം പേ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ 15 ഡേയ്സിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊരു 10% ഡിസ്കൗണ്ട് തരാമെന്ന്. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. കാരണം അതൊരു ക്യാഷ് ബാക്ക് പോലെയാണ് അല്ലേ? ഒരു 1000 റുപ്പീസ് പേ ചെയ്താൽ നമുക്ക് അതിൽ 10% അവർ തിരിച്ചു തരും. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നേരത്തെ നമ്മൾ കണ്ടു ഈ 50 റുപ്പീസ് സെയിലിന്റെ സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനിയിപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. സെയിൽ പ്രൈസ് 950 ആയിരുന്നു അല്ലേ? അപ്പോൾ ആ 950 നമ്മൾ 15 ഡേയ്സിനകം പേ ചെയ്താൽ നമുക്ക് ഒരു 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം 950യുടെ 5% എത്രയാ? 47.5. ഇവിടെ ശ്രദ്ധിക്കണം, ലിസ്റ്റ് പ്രൈസ് 1000 റുപ്പീസിലല്ല നമ്മൾ
ക്യാഷ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണേ. എത്രയ്ക്കാണോ സെല്ല് ചെയ്തത് ആ എമൗണ്ട് ആണ് നമുക്ക് റിസീവ് ചെയ്യാനുള്ളത്. ആ എമൗണ്ടിലായിരിക്കണം നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ബാലൻസ് എത്രയാ കസ്റ്റമർ പേ ചെയ്യുന്ന എൻറ്റിറ്റിക്ക്? 950 മൈനസ് 47.5 വിച്ച് ഇസ് 902.5. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എങ്ങനെയാ അക്കൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലി ബയർ ക്യാഷ് കൊടുക്കുമ്പോൾ ആ എൻറ്റിറ്റി, ആ സെല്ലർ ഒരു റെസീറ്റ് കൊടുക്കും അല്ലേ, എഗെയിൻസ്റ്റ് സെയിൽ ഓഫ് ബുക്സ് വയ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അതിൽ 950 കാണിച്ചിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് 5% അതിലൊരു ഡിഡക്ഷൻ ആയിട്ട് കാണിക്കും. എന്നിട്ട് ബാലൻസ് റിസീവ്ഡ് 902.5. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ഈ റെസീറ്റിൽ സെപ്പറേറ്റ്ലി കാണിക്കണം. അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും സെപ്പറേറ്റ്ലി അക്കൗണ്ട് ചെയ്യണം. കാരണം ഇത് സെല്ലറിനൊരു നഷ്ടമാണ്. അതുപോലെ ബയറിനെ സംബന്ധിച്ച് അതൊരു ലാഭമാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിന്റെ എമൗണ്ടും കിട്ടിയ എമൗണ്ടും തമ്മിൽ മാച്ച് ആവില്ല. അപ്പോൾ ആ ബാലൻസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സെപ്പറേറ്റ്ലി അക്കൗണ്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓൺ ലിസ്റ്റ് പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്യാഷ് ഡിസ്കൗണ്ടോ അറ്റ് ദ ടൈം ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെന്റ്, ആ സമയത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ട് വിൽ നോട്ട് ബി ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് സെയിൽ പർച്ചേസ് എമൗണ്ട് ഇസ് ഷോൺ നെറ്റ് ഓഫ് ഡിസ്കൗണ്ട്. Cash discount will be shown separately in books of accounts as it is a gain to the buyer and loss to the seller. Clear അല്ലേ? അടുത്തത് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് വരവും ചെലവും ഉണ്ട്. അപ്പോൾ ഈ വരവ് ഏർണിങ്സ് എന്ന് പറയുന്നതാണ് റവന്യൂ. ആദ്യത്തെ ടൈപ്പ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് റവന്യൂ. നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ് ഗുഡ്സ് സെല് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, നമ്മൾ നേരത്തെ സെയിൽസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്ന എമൗണ്ട്. ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് സെയിൽസ് റവന്യൂ മാത്രമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഏർണിങ്സും ഉണ്ടെങ്കിൽ അതും ഈ റവന്യൂവിൻ്റെ അടിയിൽ കാണിക്കണം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇപ്പം എൻറ്റിറ്റി ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും എല്ലാ കൊല്ലവും, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ 3 monthsഉം ആ എമൗണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് റവന്യൂവിൻ്റെ അടിയിൽ കാണിക്കണം. അതുപോലെ റെന്റ് റിസീവ്ഡ്. ഇപ്പം ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ട് നമ്മൾ വേറെ ആൾക്ക് വാടകയ്ക്ക് കൊടുത്തു. അപ്പം അവർ നമുക്ക് എല്ലാ മാസവും റെന്റ് തരും. ആ റെന്റും ഇവിടെ റവന്യൂയുടെ അടിയിൽ കാണിക്കണം. ഈ റവന്യൂ എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു പീരീഡിലുള്ള ലാഭമോ നഷ്ടമോ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം അതിന്റെ ഫോർമാറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കട്ടില്ലേ DR എന്ന് പറഞ്ഞ്, അത് ഡെബിറ്റ്. അതിൻ്റെ അടിയിൽ ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ എല്ലാ ചെലവും നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് എത്ര എമൗണ്ട് ഉണ്ടെന്ന് കാണിക്കും. അതുപോലെ റൈറ്റ് സൈഡിൽ CR എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. അവിടെ എല്ലാ വരവും എല്ലാ ഏർണിങ്സും റവന്യൂ എത്ര എമൗണ്ട് ഉണ്ട് അതെല്ലാം ഓരോന്നായിട്ട് കാണിക്കും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം റവന്യൂ എവിടെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ റവന്യൂവിൻ്റെ ഓരോ ഐറ്റംസും സെയിൽസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് എല്ലാം ഓരോ എമൗണ്ടും സെപ്പറേറ്റ്ലി കാണിക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.